പുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ എല്ലാവരും ആ വാക്യം കണ്ടെന്നും വായിച്ചത് കേട്ടെന്നും വിശ്വസിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളൊന്നും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഒരു വാക്ക് എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളുടെ വലങ്കരം ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ വചനം എനിക്കൊരാശ്വാസമാകണം, ഈ വചനം എനിക്കൊരു വിടുതലാകണം, ഈ വചനം എനിക്കൊരു അനുഗ്രഹമാകണം. ഈ വചനത്തിൽ നിന്ന് പ്രാപിക്കാൻ എന്തെങ്കിലും എന്നിൽ കുറവായിട്ടുണ്ടെങ്കിൽ എന്നോടത് ക്ഷമിക്കണം. വചനം വിടുവിക്കുമെന്ന് വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എന്നെ അവിടുത്തെ വചനത്താൽ വിടുവിക്കണമെന്നൊരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ, നൽകി തന്ന ദൂതിനായി സ്തോത്രം ചെയ്യുന്നു, നൽകി തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ ഒന്ന് വാഴ്ത്തി തരണമേ, ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ ഒന്ന് വാഴ്ത്തി തരണമേ, ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ ഒന്ന് വാഴ്ത്തി തരണമേ. വചനത്തിന്റെ വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണമേ. ഈ വചനം ഞങ്ങൾക്കൊരു വിടുതലാകണമേ. ഈ വചനത്തിലൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടണമേ. വിവേചനാത്മാവിൽ ശുശ്രൂഷിപ്പാൻ സഹായിക്കണം. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. മഹത്വമെല്ലാം അങ്ങ് ഏറ്റെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ സന്തോഷത്തോട് വന്ന വെട്ടത്തിന്റെ ഒരു വെട്ടമൊക്കെ നിങ്ങളുടെ മുഖത്ത് കാണണം. സ്വന്തം ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. വളരെ ഈടുറ്റ ഒരു ചിന്ത ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകി. അതിനോടനുബന്ധിച്ചാണ് ഈ ദൂതിനെ ധ്യാനിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തത്. സ്തോത്രം ചെയ്യും. നമുക്കെല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു വാക്യമാണ്. എത്ര പേര് ഇതിനു മുമ്പ് അത് വായിച്ചിട്ടുണ്ട്? ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കാം. ആകെപ്പാട് ഒരാളെ, കുഴപ്പമില്ല, ഇപ്പൊ ഏതായാലും വായിച്ചല്ലോ, കേട്ടല്ലോ. ഓക്കെ. വളരെ വളരെ പുതിയ നിയമ ഇസ്രായേൽ ആയ നമ്മൾ വളരെ വളരെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വാക്യമാണ്. എന്നാന്നറിയാവോ? ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത്, സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മൾ, കുപ്പയ്ക്കകത്ത് കിടന്ന നമ്മൾ, സ്തോത്രം, അവിടെ നിന്ന് സ്വർഗരാജ്യത്തിന്റെ സീറ്റിലേക്ക് നമ്മളെ ഇരുത്തിയത് നമുക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വന്നതാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്നതും അതിനെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ആഴമേറിയൊരു ദൂതാണ് ആ വാക്യം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? സ്തോത്രം ചെയ്യും.
സ്തോത്രം ചെയ്യും. ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിച്ച് കേൾക്കാം. വായിച്ചാൽ മനുഷ്യപുത്രൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ സ്വീകരിക്കാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനത്രേ വന്നു. രാമൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് തന്റെ എല്ലാ അധികാര പദവികളും വിട്ട്, തന്റെ എല്ലാ സ്ഥാനമാനങ്ങളും വിട്ട് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നത് ഒരു ഓവർസിയർ ആയിട്ടിരിക്കാനല്ല, ഒരു സെന്റർ പാസ്റ്റർ ആയിട്ടിരിക്കാനല്ല, ഒരു പ്രസ്ഥാനത്തിന്റെയും ആളായിട്ടിരിക്കാനല്ല. കർത്താവ് വന്നത് അനേകരെ ശുശ്രൂഷിക്കാനാണ്. നിങ്ങൾക്കറിയാമോ, അങ്ങനൊരു നിയോഗം യേശു ക്രിസ്തു ഏറ്റെടുത്തു കൊണ്ടതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനൊരു നിയോഗം കർത്താവായ യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇരുന്ന് ആരാധിക്കാൻ. എന്തിന്? ഞങ്ങൾ നിത്യരാജ്യത്തിന്റെ അവകാശികളാണെന്നും നിത്യമായൊരു സ്വർഗം ഞങ്ങൾക്ക് അവകാശമായിട്ടുണ്ടെന്നൊക്കെ പറയാനുള്ള ഒരവകാശം ലഭിച്ചത് ഈ നിയോഗം യേശു ഏറ്റെടുത്തതാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും ദൈവത്തോട്? തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തരാൻ വേണ്ടി ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചെന്നാണ് തിരുവെടുത്ത് പറയുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത നീതിപ്രവർത്തികൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണ കൊണ്ടത്രേ. എന്നുവെച്ചാൽ നമ്മുടെ പ്രവൃത്തിയൊക്കെ വെച്ച് നോക്കിയാൽ ഇതിന്റെ അകത്ത് വരാനുള്ള ഒരു ക്വാളിഫിക്കേഷൻസും നമുക്കില്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ വിടുവിച്ചത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഇവിടെ പ്രസംഗിച്ചു, എന്താണ് കരുണ? എന്താണ് കരുണ? കൃപ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയും. എന്താ കൃപ? എന്താ കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്ന നല്ല ദാനമാണ് കൃപ. അപ്പോൾ എന്താണ് കരുണ? അല്ലെങ്കിൽ അർഹതപ്പെട്ട പലതും നമുക്കവൻ തരാതിരുന്നതാ കരുണ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, മരണത്തിന് യോഗ്യരായ നമ്മൾ, നിത്യമരണത്തിന് നമ്മൾ അർഹതപ്പെട്ടവരായിരുന്നു. എന്നാൽ നിത്യമരണത്തിന് നമ്മൾ അർഹതപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ നിത്യമരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ആ മരണം നമ്മളിൽ നിന്ന് മാറ്റിയതാണ് ദൈവത്തിന്റെ കരുണ. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തി, ദൈവത്തിന്റെ പുത്രൻ വന്നത് ശുശ്രൂഷ അനുഭവിക്കാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനത്ര. ഹല്ലേലൂയ. ശുശ്രൂഷിക്കാൻ അത്രേ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. അടുത്ത വാക്യം പറയുന്നു,
അവൻ നമുക്ക് മറുവിലയായി നമുക്ക് വേണ്ടി അവൻ തന്നു. എങ്ങനെയാ തന്നെ? മറുവിലയായി. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് അല്പനേരം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ നമുക്ക് മറുവിലയായി നൽകി തന്നു. സ്തോത്രം, അവൻ നമുക്ക് മറുവിലയായി നൽകി തന്നു. ഈ മറുവില എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഒരു തടവുകാരനെ അവന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു പുറത്തു കൊണ്ടുവരാൻ, അവനെ രക്ഷിക്കാൻ പണമോ മറ്റെന്തെങ്കിലുമോ നൽകുന്ന ദ്രവ്യത്തെയാണ് മറുവില എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു തടവുകാരനായ മനുഷ്യനെ അവൻ അനുഭവിക്കുന്ന ശിക്ഷയ്ക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം അവന്റെ ആ ഒരു ശിക്ഷാ സംവിധാനത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടതിന് പകരമായി കൊടുക്കുന്നതിനെയാണ് മറുവില എന്ന് പറയുന്നത്. അത്ര മനസ്സിലായോ? ഹല്ലേലൂയ. എനിക്കൊരു നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് വന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് എന്റെ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്ക് അത്രത്തോളം അറിയത്തില്ല. എനിക്കൊരു നിർബന്ധമുണ്ട്, വാരിക്കൂട്ടി പ്രസംഗിക്കുന്ന എനിക്കിഷ്ടമല്ല. കുറച്ചേ പറയുന്നുള്ളേലും അത് ജനത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അതവര് മറക്കരുത്, അവരത് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് ഞാൻ വളരെ മനസ്സിലാക്കിയേ മുമ്പോട്ട് പോകത്തുള്ളൂ. വളരെ പ്രാർത്ഥനയോടിരിക്കുക. ആത്മാവിന്റെ നിയോഗത്താൽ ആരാധിക്കാൻ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് ആരാധിച്ചോണം. ഇല്ലെങ്കിൽ അവസാനം ഒരുമിച്ച് ആരാധിക്കാൻ അല്പസമയം ഉണ്ടാവും. കർത്താവ് സഹായിക്കട്ടെ. അപ്പോ ശ്രദ്ധിച്ചു കേട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്താണ് അതുകൊണ്ട് ഈ മറുവില എന്ന വാക്ക് രേഖപ്പെടുത്താനുള്ള കാര്യം? അത് നമ്മൾ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. നമ്മളെങ്ങനെ? നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പാപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ അധർമ്മത്തിന്റെ മക്കളായിരുന്നു. സ്തോത്രം. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഈ ലോകത്തിലെ ദൈവത്തിന് കീഴടങ്ങിയിരുന്ന മക്കളായിരുന്നു. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ഹൃദയം കുരുട് പിടിച്ചവരായിരുന്നു. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അന്ധതമസിൽ കിടന്നവരായിരുന്നു നമ്മൾ. സ്തോത്രം. അതിന്റെ പരിണിത ഫലം നമ്മളെ എവിടെ എത്തിച്ചെന്നറിയാമോ? നിത്യമായ മരണമെന്ന ശിക്ഷാവിധിയിലേക്ക് നമ്മളെ തള്ളി 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 പിശാചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ആ നിത്യമായ മരണത്തിന്റെയും ഹല്ലേലൂയ നമ്മുടെ ഇടയിലേക്കും ഒരു ദൈവപുത്രൻ ഇറങ്ങി നിന്നു. ഓ, നന്ദിയുള്ളവരൊരാമേൻ പറയണം. നന്ദിയുള്ളവരൊരാമേൻ പറയണം. നന്ദിയുള്ളവരൊരാമേൻ പറയണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിത്യശിക്ഷാവിധിക്ക് ഡേറ്റ് എണ്ണിക്കിടന്ന ബറബാസ്, ആ ബറബാസിന്റെ അടുത്ത് വന്നിട്ട് അവൻ കിടക്കുന്ന ജയിലിന്റെ അകത്തെ വാതിലിൽ മുട്ടിയിട്ട് പറയുന്നു, നിത്യമായ ഒരു ശിക്ഷാവിധിക്ക് കിടക്കുന്ന ബറബാസെ, നീ ഇന്ന് സ്വതന്ത്രനാകാൻ പോവുക. നീ ഇന്ന് സ്വതന്ത്രനാകാൻ പോവുക. അവിടെ ബറബാസ് ചോദിച്ചു, അതെങ്ങനെ? നിനക്കു വേണ്ടി നിന്റേതാകുന്ന ശിക്ഷയ്ക്ക് പകരം ഒരുവൻ അതിനെ ഏറ്റെടുക്കുകയാണ്. നിന്നെ വിധിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരുവൻ വിധിക്കപ്പെടുവാൻ പോകുന്നത് കൊണ്ട് നിന്നെ വിട്ടയക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മരണം കണ്ടുകിടന്ന മനുഷ്യൻ, നിത്യമായ ശിക്ഷാവിധിയുടെ മരണം കണ്ടുകിടന്ന മനുഷ്യൻ,
അന്ന് ജയിലിൽ നിന്ന് ഹല്ലേലൂയ അവനെ പുറത്തയക്കുമ്പോൾ അവൻ ആദ്യം ഓടിയത് ഇന്നലകളിൽ ചെയ്ത പാപം ചെയ്ത സ്ഥലത്തേക്കല്ല. അവൻ ഓടിയത് ഇന്നലെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ അടുത്തേക്കല്ല. അവൻ ഓടിയത് ഇന്നലെ അവന് കിട്ടിയ സന്തോഷം കിട്ടിയ സ്ഥലങ്ങളിലേക്കല്ല. അവൻ ഓടിയത് എനിക്ക് പകരം തകർക്കപ്പെടാൻ പോകുന്നത് ആരാണ്, എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഓടിയത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയണം. അവനോടി വന്നു നോക്കുമ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ച, ഒരു മനുഷ്യൻ ക്രൂസിൽ കിടന്ന് അവന്റെ പ്രാണൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിനെയാണ് മറുവില എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പൈശാചിക മണ്ഡലം ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഇവിടെ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് പൈശാചിക സാന്നിധ്യം ഇല്ലാതിരിക്കുന്നില്ല. ഇവിടെ ആരാധന നടക്കുന്നത് കൊണ്ട് പിശാചി ദേശം വിട്ടു പോയിട്ടൊന്നുമില്ല. ഇവിടെ പൈശാചിക മണ്ഡലങ്ങൾ. പക്ഷേ ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക മണ്ഡലത്തിന്റെ അകത്തളങ്ങളിൽ അവരെ വിറപ്പിക്കുന്ന ഒരു ദൂത് ഞാൻ പറയാം. നിത്യമരണത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് എഴുതി വെച്ച സ്ഥാനത്ത് അവിടെ നിന്ന് നിന്റെ പേരിനെ വെട്ടിക്കളഞ്ഞ ജീവന്റെ പേരിലേക്ക് രേഖപ്പെടുത്തി അതിനെ മാറ്റി എഴുതിയത് ഒരുത്തൻ ഇതിന്റെ നടുവിൽ മറുവിലയായി തകർക്കപ്പെട്ടത് കൊണ്ടാണ്. നീ വേറൊന്നും ഓർക്കണ്ട. നിത്യമായ മരണത്തിന്റെ ആഴത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച ദൈവം സ്തോത്രം. യേശു എന്ന മനുഷ്യനെ കുറിച്ച് കേൾക്കാത്തതും അറിയാത്തതുമായ ബർബസ് അവനോടി ക്രൂശി വരികയാണ്. ദൂരത്തുനിന്ന് കണ്ടു. ഞാൻ ചിന്തിക്കുന്ന എന്റെ ഭാവന, അവൻ ഹൃദയത്തിൽ പറഞ്ഞു കാണും, കേറേണ്ടിടത്താണ് ഇപ്പോൾ അവൻ കേറിയിരിക്കും. ഇതിനെയാണ് മറുവില എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഏകമധ്യസ്ഥൻ. ഒരു വാക്കുണ്ട്, ഏകമധ്യസ്ഥൻ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പക്ഷവാദം ചെയ്യുന്ന മനുഷ്യൻ. അത് വേറെ ആരുമല്ല, നസ്രായനാണ്. ഒന്നുകൂടെ ഞാൻ യേശുക്രിസ്തു അതിനൊരു തെളിവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു മരം നട്ടു, അത് വളർന്നു, ഫലം തരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ഫലം തന്നില്ല. യജമാനൻ പറഞ്ഞു, ഫലം തരാത്ത ഈ വൃക്ഷത്തെ വെട്ടിക്കളയണം. ഉടനെ അതിന് വെള്ളവും വളവും ഒഴിച്ച് അതിനെ ഇത്രത്തോളം കൊണ്ടുവന്ന ആ മനുഷ്യൻ പറഞ്ഞു, യജമാനനെ ഈ വർഷം വെട്ടരുത്, ഒരു വർഷം കൂടെ വെള്ളവും വളവും ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഫലം കായ്ക്കുമോ എന്ന്. ഫലം കായ്ക്കുന്നില്ല എങ്കിൽ നമുക്കതിനെ വെട്ടിക്കളയാം എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? എന്നോട് ദൈവാത്മാവ് തൂതിടപെടുന്നത് കൊണ്ട് ഞാനത് ആ ഭാഗത്തേക്ക് പോകണമെന്ന് എന്റെ ഹൃദയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്. പറയുന്നേ, എന്നോട് ആത്മാവ് ഇടപെടുന്നു പല പ്രാവശ്യം. പിതാവായ ദൈവം നിന്റെ മേൽ തന്റെ വാളിനെ ഇറക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി മാറിയപ്പോൾ, പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാതിരുന്നപ്പോൾ, പലപ്പോഴും നമ്മൾ പിന്മാറി നിന്നപ്പോൾ, ന്യായവിധിയുടെ വാളിറങ്ങേണ്ട സമയമുണ്ടായിരുന്നു. എന്നാൽ അവിടെ നമുക്ക് വേണ്ടി ഒരുവൻ മധ്യസ്ഥ നിന്നിട്ട് പറഞ്ഞു, പിതാവേ,
ശിക്ഷിക്കരുത്, അവളെ ശിക്ഷിക്കരുത്. ഞാൻ മറുവില കൊടുത്ത് വേടിയെടുത്ത എന്റെ കുഞ്ഞാണ്, അന്നത്തെ ശിക്ഷിക്കരുത്. നിന്നെ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില മടങ്ങി വരവ് ഇന്നു വക ചില ഹൃദയങ്ങൾ കൊണ്ടാവണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില മടങ്ങി വരവുകൾ. ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ബൈബിള് വായിക്കുന്നുണ്ടോ? ഉണ്ട്. സ്തോത്രം. പക്ഷെങ്കിൽ എന്നോട് ആത്മാവ് ഇടപെടുന്നത് നിന്റെ ഇഷ്ടത്തിന് ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതി മാറ്റിയിട്ട് നിന്നെ കുറിച്ച് ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നീ കയറണമെന്ന് അഭിമുഖം പറയും. നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാൻ ഒരു വാഹനമായിട്ട് ദൈവത്തെ കാണരുത്, മറിച്ച് തന്റെ ഇഷ്ടത്തിനോടുന്ന ഒരു വാഹനമായി നമ്മൾ മാറണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മാവ് എന്നോട് ശക്തമായി ഇടപെടുന്നു. നിനക്ക് ദൈവം ചില അവസരങ്ങൾ കൂടി തരികയാണ്. നിന്നെ കുറിച്ച് ദൈവം സ്വപ്നം കാണുന്ന നിലയിലേക്ക് നിനക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ നിനക്കൊരു ജയമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. ഇല്ലെങ്കിൽ നീ കാണാത്ത ചില ശോധനകളിലൂടെ നീ കടന്നു പോകുമെന്നും നിന്റെ ഹൃദയത്തിന് വലിയ നിരാശകൾ പിടിപ്പെടുമെന്നും ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് വെളിപ്പെടുത്തുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, മറിച്ച് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകാതിരിക്കാൻ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ മുന്നമേ ബോധ്യപ്പെടുത്തി. കണ്ടോ? നിത്യമായ ശിക്ഷയ്ക്കകത്ത് നിന്ന് നമ്മളെ അതിന് പകരം കൊടുത്ത് വിടിവിച്ചതിനെയാണ് മറുവില എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. മരണഭാഷകൾ എന്നെ ചുറ്റി, പാതാള ഗോപുരങ്ങൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അല്ലേ? അല്ലേ? മരണഭാഷങ്ങൾ എന്നെ ചുറ്റി, പാതാള ഗോപുരങ്ങൾ എന്നെ പിടിച്ചു. എന്തോ അനുഭവിച്ചു? കഷ്ടം അനുഭവിച്ചു. അല്ലേ? സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ അകത്ത് നിന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും അവൻ രക്ഷിച്ചു. എത്ര പേര് രാമൻ പറയും? എത്ര പേര് രാമൻ പറയും? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിടുവിച്ച മേഖലകളെ ഒന്ന് ആത്മാവിൽ ഓർത്തേ, ഒന്ന് ആത്മാവിൽ ഓർത്തേ, ഒന്ന് ആത്മാവിൽ ഓർത്തേ, ഒന്ന് ആത്മാവിൽ ഓർത്തേ, ഒന്ന് ഓർത്തേ. ഓർമ്മ നഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം. ഇന്നലകളിൽ തകർന്നു പോകേണ്ട നിന്നെ, ഇന്നലകളിൽ നാശിച്ചു പോകേണ്ട നിന്നെ, ഇന്നലകളിൽ പല സാഹചര്യങ്ങളും ഹൃദയത്തെ മുറിക്കുന്ന നിലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ട് അതിന്റെ നടുവിൽ നമ്മളെ രക്ഷിച്ച ദൈവത്തിന്റെ വിലപ്പെട്ട സ്നേഹത്തെ ഓർത്ത്
ദൈവത്തിന്റെ കരുതലോർത്ത്, ദൈവത്തിന്റെ കരുണയോർത്ത് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഉപദേശിമാരെ നോക്കരുത്, നിങ്ങളെ സഭകളെ നോക്കരുത്, നിങ്ങളെ പ്രസ്ഥാനങ്ങളെ നോക്കരുത്. പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ യേശുവിനെ നോക്കുക. വ്യക്തികളെ അല്ല നോക്കേണ്ടത്, മറിച്ച് കർത്താവിനെ നോക്കണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇന്നലകളിൽ കടന്നുപോയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, എന്തിന് ജീവിക്കുന്നു എന്നുള്ള ചിന്താഗതികളെ വരെ ഹൃദയത്തിന്റെ അകത്തലെടുത്തെങ്കിൽ അതിന്റെ നടുവിൽ കൈവിടാതെ സൂക്ഷിച്ചത് നിനക്ക് വേണ്ടി വില തന്ന ഒരുവൻ, നിനക്ക് വേണ്ടി വില തന്ന ഒരുവൻ, നിനക്ക് വേണ്ടി തകർപ്പെട്ട ഒരുവൻ, നിനക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുന്ന ഒരുവൻ ഉണ്ടായത് നീ മറക്കരുത്. നീ അതാണ് നമ്മുടെ വിഷയം. അവൻ മറുവിലയായി തകർക്കപ്പെട്ടു. എന്തിനെല്ലാമാണ് മറുവിലയായി തകർക്കപ്പെട്ടു? അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എന്തിനെല്ലാമാണ് ക്രിസ്തു മനുഷ്യപുത്രൻ നമുക്ക് വേണ്ടി മറുവിലയായി തകർന്നു? വായിച്ചാട്ടെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. ഗലാത്യർ 1:1 പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ ദുഷ്ടതയ്ക്ക് അധീനരായി കിടന്ന നമ്മൾ എങ്ങനെ കിടന്നു? പാപത്തിൽ. ഒരാമേൻ പറഞ്ഞേ, പാപത്തിൽ. ആ പാപത്തിൽ കിടന്ന നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെത്താൻ മറുവിലയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനെല്ലാം മറുവിലയായി കൊടുത്തു എന്നുള്ള ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ഉത്തരമാണ് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചെടുക്കേണ്ടതിന് അവൻ മറുവിലയായി കൊടുത്തു. പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചെടുക്കേണ്ടതിന് അവൻ തന്നെത്താൻ മറുവിലയായി. സ്തോത്രം ചെയ്യുന്നു. അപ്പോ നമ്മൾ ഈ ലോകത്തിന്റെ ദുഷ്ടതയുടെ അധീനതയിൽ പാപത്തിൽ കിടന്നവരായിരുന്നു. ആ പാപത്തിന്റെ ചേറ്റിൽ കിടന്ന നമ്മളെ വിടുവിക്കേണ്ടതിന് ഒരുവൻ അതിന് പകരമായി ഏൽപ്പിക്കപ്പെടണം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഒന്നാമതായി തന്നെ തന്നെ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യമാണ് നമ്മുടേതാകുന്ന പാപത്തിൽ നിന്ന് അവൻ മറുവിലയായി ഏൽപ്പിച്ചു. മനസ്സിലായോ പറഞ്ഞേ? സ്തോത്രം ചെയ്യുന്നു. ഈ ചിലരോട് ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടണം, നിങ്ങളുടെ കുറവുകൾ ക്രമീകരിക്കപ്പെടണം എന്നൊക്കെ പറയുമ്പം ഈ ചിലരൊക്കെ ചോദിക്കുന്നതാ, എനിക്ക് എന്നാ കുഴപ്പം? എനിക്ക് എന്നാ കുഴപ്പമില്ല എന്നാ ചോദിക്കുന്നത്. സ്തോത്രം.
ചിലരുടെ ഇരിപ്പ് കണ്ട അവര് പാവോ എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. ചിലർക്ക് ചില ചിന്താഗതികളുണ്ട്. ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, സ്തോത്രം, ഞാൻ പരസംഗം ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് എവിടാ പാപം? സ്തോത്രം. അത് പിശാചിടുന്നൊരു തെറ്റിദ്ധാരണയാണ്. സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിന്റെ സ്വന്തം സഹോദരനെ നീ മൂഢ എന്ന് വിളിച്ചാൽ അങ്ങനെ വിളിക്കുന്നവൻ സ്വർഗരാജ്യം കാണത്തില്ല. നിങ്ങളിവിടെ ഉണ്ടോ? അത് ഉള്ള സ്തോത്രം കൂടെ പോയോ? സ്വന്തം സഹോദരനോട് ആ നിലയിൽ സംസാരിച്ച പോലും സ്വർഗരാജ്യം കാണത്തില്ലെന്ന്. പഴയ നിയമത്തിൽ കൊല ചെയ്യുന്നതാ കൊലപാതകം. നിങ്ങൾ കൊല ചെയ്യരുത്, കൊല ചെയ്യുന്നതാ കൊലപാതകം. പുതിയ നിയമത്തിൽ കൊല്ലും എന്ന് പറഞ്ഞാൽ അത് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ഏതാ വലുത്? എവിടാ സൂക്ഷിക്കേണ്ടത്? ആരാ സൂക്ഷിക്കേണ്ടത്? ഞാൻ പറഞ്ഞ എത്ര മനസ്സിലായി? പഴയ നിയമത്തിൽ കൊന്നാലാ പാവം, പുതിയ നിയമത്തിൽ കൊല്ലുമെന്ന് പറഞ്ഞ പാവമാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാളൊരച്ഛൻ പറഞ്ഞ പോലെ, സ്തോത്രം, അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു. നന്നായിട്ട് മദ്യപിക്കും. നമ്മള് വെള്ളം കുടിക്കുന്ന പോലെ അച്ഛൻ അത് മേടിച്ചു കുടിക്കും. നന്നായിട്ട് മദ്യപിക്കും. അതേപോലെ ചീട്ടുകളിയും ഉണ്ട്. ഈ അച്ഛൻ സുവിശേഷമൊക്കെ കേട്ട് വചനമൊക്കെ കേട്ട് പുള്ളി വന്ന് ദൈവസന്നിധിയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ വന്ന് ദൈവസന്നിധി നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അവരെ പാസ് പോയ സമയത്ത് ഈ അച്ഛൻ കുറച്ചു പേര് ചീട്ട് കളിക്കുന്നതിന്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അച്ഛൻ നിപ്പുണ്ട്. അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം അച്ഛനോട് പാസ് ചോദിച്ചു, അച്ഛാ ചീട്ട് കളിക്കുന്ന അവിടെ നിൽക്കുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറയാ, പാസേ ഞാൻ കളിച്ചില്ല, ഞാൻ കളിച്ചില്ല, ഞാൻ അതൊക്കെ വിട്ടിട്ട് കുറച്ച് നാളായി. ആ പാവം ഒന്നും പാസ് എന്റെ തലയിൽ കൊണ്ടുപോയി, ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ എന്തായിരുന്നു അവിടെ? ഞാൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തില്ല? സത്യവാസം ഞാൻ കളിച്ചിട്ടില്ല, ഞാൻ ആ ചീട്ട തൊട്ടിട്ട് പോലും. നിങ്ങൾ മലയാളികളൊന്നും അല്ലേ ഇവിടെ? ഞാൻ ആ ചീട്ടെ തൊട്ടിട്ട് പോലും ഇല്ല. സത്യവാസം ഞാൻ പറയും. ഞാൻ ആലയത്തിൽ ഇന്ന് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ ആ ചീട്ടെ തൊട്ടിട്ട് പോലും ഇല്ല. പക്ഷെ ആ ഇരുന്ന പുള്ളിക്ക് കളിക്കാൻ എന്റെ അത്ര അറിവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ ചിലരുടെ ചിന്ത ചീട്ട് കളിക്കുന്നതാ പാപം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കരുത്, പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. അപ്പൊ നീ എന്ത് ചെയ്യരുത്? നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ ഞാൻ എന്നാ ചെയ്യണം? നടക്കുകയും ചെയ്യരുത്, നിൽക്കുകയും ചെയ്യരുത്, ഇരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു ഓടിക്കോളാൻ. എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? ദൈവമക്കൾ നിൽക്കുന്നവരുമല്ല, ഇരിക്കുന്നവരുമല്ല, നടക്കുന്നവരുമല്ല, അവര് ലക്ഷ്യം നോക്കി ഓടുന്നവരാണ്. അതാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങൾ ഓട്ടക്കളത്തിലാണ് എന്ന് പറഞ്ഞതിന്റെ കാര്യം അത്. അപ്പൊ ചിലരുടെ ചിന്താഗതി ചീട്ട് കളിക്കുന്നതാണ് പാപം, അത് കളിക്കുന്നിടത്തും പറഞ്ഞു കൊടുക്കുന്നതൊന്നും പാപമല്ല എന്ന്. അതാ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞത്.
സ്തോത്രം. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു മറുവിലയായി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ മറുവില നമ്മുടെ മുൻപിൽ ഇന്നും ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ദൂത് പറയുന്നു. പാപത്തിന്റെ സ്വാധീനങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാവരുന്നു. നിങ്ങളെ തുള്ളിക്കാൻ എനിക്ക് ദൂത് പറയാൻ അറിയാഞ്ഞിട്ടല്ല, അങ്ങനെ നിങ്ങൾ തുള്ളണ്ട. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, പുറമേ ഉള്ളതല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയമാണ്. ഹൃദയം ശരിയല്ലാതെ എത്ര കൈയടിച്ചിട്ടും കാര്യം, ഹൃദയം ശരിയല്ലാതെ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല, ഹൃദയം ശരിയല്ലാതെ എത്ര അന്യഭാഷ പറഞ്ഞിട്ടും കാര്യമില്ല, ഹൃദയം ശരിയല്ലാതെ എന്തെല്ലാം ചെയ്തിട്ടും. എന്നാലും ഒരു അച്ഛൻ പറഞ്ഞ പോലെ ഇച്ചിരി പൈസ ഉള്ള ആളാ, ചർച്ച ഒരു പള്ളിയില പൈസ ഉള്ള ആളാ. അച്ഛനോട് ചോദിച്ച്, അച്ഛാ സ്വോത്രം, നമ്മുടെ ചർച്ചിന്റെ ഇന്ന കാര്യത്തിന് ഒരാവശ്യമുണ്ട്, അച്ഛൻ ഇത് ഇറക്കി തരാൻ ചോദിച്ചെന്ന് അച്ഛൻ ആദ്യം ചോദിക്കുക, സ്വോത്രം ഹല്ലേലൂയ, ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതാണോ? ഇത് ഇത് പ്രസിദ്ധപ്പെടുത്ത. അപ്പം അദ്ദേഹം ചോദിച്ചപ്പോ എല്ലാരും വിചാരിച്ചു എന്തെങ്കിലും ചെയ്താൽ അതാരും വലുതുകാരം ചെയ്യുന്ന ഇടത് അറിയില്ലല്ലോ, അപ്പൊ ആരും അറിയരുത് എന്നുള്ള ചിന്താഗതിയിലാ ചോദിച്ചെന്നാ വിചാരിച്ചേ. അല്ലെങ്കിൽ അപ്പം ബാസ് പറഞ്ഞു, ഇല്ല അച്ഛൻ പേടിക്കണ്ട, പ്രസിദ്ധപ്പെടുത്തത്തില്ല, ആരും അറിയത്തില്ല. എന്നാ ഞാൻ ചെയ്യുന്നില്ല. എന്നാ ഞാൻ ആ പുള്ളിയുടെ മനസ്സിൽ എന്തായിരുന്നു? ഞാൻ ചെയ്യുന്ന 10 പേര് ഹലോ, ഞാൻ 1 മണി വരെ ഉള്ളു ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ഞാൻ വളരെ നിങ്ങളുമായിട്ട് ചേർന്നാ പോകുന്നത്. നിങ്ങൾ പേടിപ്പിക്കരുത് തന്നെ. സ്വത്രം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതല്ലേ. എന്തിനാ ഇത് പറയുന്നേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ സത്യം അറിഞ്ഞിട്ട് ആ സത്യത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ, ആ സത്യത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയാൽ, നിങ്ങൾ എങ്ങനെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു അതേപോലെ വീണ്ടും നിങ്ങൾ അവനെ ക്രൂശിക്കുകയാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. എവിടെയൊക്കെയോ മാനസാന്തരപ്പെടാനുണ്ട്, എവിടൊക്കെയോ ക്രമപ്പെടാനുണ്ട്, എവിടൊക്കെയോ നിന്റെ ഹൃദയം തിരിഞ്ഞു വരാനുണ്ട്, എവിടൊക്കെയോ ശരിയാകാനുണ്ട്. ഇതിന്റെ മുമ്പിൽ തീരുമാനമെടുത്ത് നമുക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞാനും പ്രിയ സഹോദരൻ അനൂപ് ചലം പറയണം. ഓക്കെ. ഞാനും പ്രിയ അനൂപ് സഹോദരനും നല്ല കൂട്ടം. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അകലും. പക്ഷെ ഞാൻ അകന്നാലും കർത്താവ് അകലത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വന്നിട്ട് പലരും നമ്മളെ വിട്ടകന്നു പോയിട്ട് അകലാതെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് മറുവിലയായി തന്റെ ശരീരവും രക്തവും അങ്ങനെ പരമയാഗമായി തീർച്ചവൻ പറയുന്നു, ഞാൻ അവനെ തള്ളിക്കളഞ്ഞില്ല. ദൈവസ്നേഹം അകത്തോട്ട് കയറുന്നവരുണ്ടെങ്കിൽ, ദൈവ കർത്താവ് അനുഭവിച്ച പാപങ്ങൾ അകത്തോട്ട് കയറുന്നവരുണ്ടെങ്കിൽ, കർത്താവ് അനുഭവിച്ച വേദനകൾ അകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നീ കണ്ണു നിറഞ്ഞാമേ പറയണം, ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനെ ആരൊക്കെ പിന്മാറിപ്പോയാലും എന്റെ പാപത്തിൽ നിന്ന് വീട്ടിൽ നിൽക്കുന്നതിനായി
ഞാൻ ജീവിക്കാൻ. രൂപാന്തരം ഉണ്ടാവട്ടെ, രൂപാന്തരം ഉണ്ടാവട്ടെ, രൂപാന്തരം ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവം ശക്തമായി ഇടപെടുന്നുണ്ട്. വ്യക്തികളെ ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ തന്നെ കൊണ്ട് കൈവച്ച് ദൂത് പറയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നതിനനുസൃതമായി നീ ക്രമപ്പെടാനുണ്ട്, നീ റെഡിയായി വരാനുണ്ട്. ഇന്ന് വരെ ദൈവം നിന്നോട് അവസരമുണ്ട്. ഈ വചനത്തിൽ അവസരമുണ്ട്. ദൈവത്തോട് തീരുമാനമെടുക്കും. ഞാൻ ഒരിക്കൽ ഒരിടത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോ ഞാൻ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറച്ചു നേരം നമുക്ക് ആരാധിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോ ഒരു പയ്യനെ ദൈവനെ കാണിച്ചു. പയ്യനെ ഞാൻ പറഞ്ഞു, മോനെ നീങ്ങി വന്നടാ. എന്റെ അടുത്ത് വന്നു. നല്ല ആരാധനയും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചു? ഇല്ല, അഭിഷേകം പ്രാപിച്ചില്ല. നല്ല ആരാധനയാണ്. എന്നോട് മോനെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, നീ അത് ഇന്ന് തീരുമാനമെടുത്ത് ക്രമപ്പെടുത്തണം. ഉടനെ അവൻ എന്നെ ഇങ്ങനെ ഒരു നോട്ടം. എന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പം ഇല്ല എന്നുള്ള മട്ടി. രണ്ടാമത് അവന്റെ ഒരു ഡൗട്ട്, എന്നെ തന്നെയാണോ പാസ്റ്റർ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, നിന്നെ തന്നെ വെളിപ്പെടുത്തി. ഇല്ല പാസ്റ്റർ, അങ്ങനെ ഒരു ഇല്ല. ഞാൻ പറഞ്ഞു, നിനക്കൊരു യൂട്യൂബ് ചാനലുണ്ടോ? നിനക്കൊരു യൂട്യൂബ് ചാനലുണ്ടോ? ഉണ്ട് പാസ്റ്റർ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ചാനലിന്റെ പേരെന്താ? ജന്മം ചെയ്ത പറയുന്നത്. ജന്മം ചെയ്ത എടാ ചാനലിന്റെ പേരെന്തുവാടാ? ഇവനിങ്ങനെ നിക്കുക, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, ഇങ്ങനെ നിൽക്കുക. ചാനലിന്റെ പേരെന്തുവാ? ചാനലിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും പേരില്ലാത്ത ചാനൽ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ അങ്ങോട്ട് പറയാം. വേണ്ട പാസ് ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയണം. ഞാൻ പറയാം, ദൈവം എന്നെ ഒരു പേര് വെളിപ്പെടുത്തി. എന്നോട് ചോദിച്ചാൽ എന്നതാ? ട്രോള് വീഡിയോസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ട്രോള് വീഡിയോസ്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ചെറിയ എന്തെങ്കിലുമൊക്കെ. ഞാൻ പറഞ്ഞു, ശരി, ആരാ ഈ ട്രോളുന്നത്? ആരാ ഈ ട്രോളുന്നേ? അവിടെ വിഷയം കിടക്കുന്നു. വിഷയം അവിടെ കിടക്കുന്നത്. ദൈവാത്മാവ് അതാ വെളിപ്പെടുത്തി. വിഷയം അവിടെ കിടക്കുന്നു. ആരെയാ ട്രോളുന്നേ? ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അതുകൂടെ പറയണമെന്ന് ചോദിച്ചു. വേണ്ട. ആരെയാ? പാസുമാരെയാ ട്രോളുന്നത്. ഞാൻ പറഞ്ഞു, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നീ വായിച്ചിട്ടുണ്ട്, ഒരു ഭാഗമുണ്ട്. ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിന്ന് വീണ ശൗലിന്റെ വസ്ത്രത്തിന്റെ ചെറിയൊരു ഭാഗം ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന ദാവീദ് കട്ട് ചെയ്തപ്പോ ദൈവം അഭിഷേകത്തിൽ നിൽക്കുന്നവനോടാ ചോദിച്ചേ, എന്റെ അഭിഷക്തന്റെ വസ്ത്രത്തിൽ തൊടാൻ നിനക്ക് ആരാ അധികാരം? നീ അത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, അഭിഷേകത്തിൽ നിന്ന് വീണ് ദൈവം തള്ളിക്കളഞ്ഞിട്ടു. അഭിഷേകത്തിൽ നിൽക്കുന്നവൻ അഭിഷേകത്തിൽ നിൽക്കാത്തവനെതിരെ
പ്രവർത്തിച്ചപ്പോൾ പ്രവർത്തിച്ചവനെ ദൈവം ന്യായം വിധിച്ചൊരു ഭാഗം വിശുദ്ധ ബൈബിളുണ്ട്. ഈ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ദാസന്മാർക്ക് വീഴ്ച ഉണ്ടാവാം, പക്ഷെ അവരെ ആ അഭിഷേകത്തിൽ എത്തിച്ചതും അവരെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നതും ദൈവമാണ്. അവർക്ക് വീഴ്ച വന്നെങ്കിൽ അവർ ദൈവമായിട്ട് തീർക്കും. ദൈവമാക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ നിൽക്കാത്തവനെ ദൈവം കൈകാര്യം ചെയ്തു. നീ കൈകാര്യം ചെയ്യാൻ പോകണ്ട. ദാവീദ് ആ നിലയിൽ ഹൃദയത്തിന്റെ അകത്ത് തോന്നി പ്രവർത്തിച്ചപ്പോൾ അതിന്റെ ന്യായവിധി അവൻ മേടിച്ചു കെട്ടി. വചനഭാഗം ബോധ്യപ്പെടുത്തിയപ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ മുമ്പിൽ നിന്ന് അവൻ കരയാൻ തുടങ്ങി. എന്റെ മുമ്പിൽ നിന്ന് അവൻ ഏകലടിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, പാസേ, ഇന്ന് ഞാൻ ആ ചാനൽ ഡിലീറ്റ് ചെയ്യും. ഒരാമേൻ പറഞ്ഞേ. ഇതാ മാനസാന്തരം. അവൻ ദൈവ സന്നിധിയിൽ കരഞ്ഞ് തീരുമാനമെടുത്ത് എന്റെ മുമ്പിൽ വെച്ച് തന്നെ അവൻ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് അവൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ആശീർവാദം പറയുന്നതിന് മുമ്പ് ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നിട്ട് അവൻ അന്യഭാഷകളിൽ ഇന്ന് അവൻ ആ ചർച്ചിലെ ആക്റ്റീവ് സഹോദരൻ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നെകളിക്കരുത്, അഹങ്കരിക്കരുത്, പാപത്തിന്റെ സ്വാധീനത്തിൽ വീണുപോകരുത്. ഒരിക്കൽ നമുക്ക് വേണ്ടി ഒരുവൻ മറുവിലയായി തകർക്കപ്പെട്ടതാണ്. ഇനിയും അവനെ വേദനിപ്പിക്കരുത്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ മടങ്ങി വരണം. നീ ദൈവസന്നിധി മടങ്ങി വരണം. വന്നേ പറ്റൂ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നീ മടങ്ങി വരണം. നീ മടങ്ങി വരണം. എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് ആഗ്രഹമുണ്ടെങ്കിലും അതിനനുസരിച്ച് കയറി വരാൻ കഴിയാത്ത വിധത്തിൽ ചിലരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, ചിലരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ആ പൈശാചിക വ്യാപാരം ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു തുടങ്ങട്ടെ. ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹമെങ്കിലും അതിനനുസരിച്ച് വരാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ വാദനത്തിന്റെ ശ്രമികൾ, ആത്മാവിന്റെ ശ്രമികൾ ഇന്നുള്ളത് അഴിയണം. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചേ. അല്പനിമിഷം പ്രാർത്ഥിക്കാൻ അകത്തും നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചേ. ശക്തമായ ഇടപെടുന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ആ ആഗ്രഹത്തിനനുസരിച്ച് കയറി വരാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പിന്നോട്ട് വലിക്കുന്ന ആ പൈശാചികമാകുന്ന കരുക്കൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ അതിന്റെ ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തു പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ കണ്ടോ. ആദ്യം വായിക്കുക, ക്രിസ്തു
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്ത് പ്രകാരം മരിച്ചു. ഒരാമേൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തകർക്കപ്പെടുന്നതിന് മുമ്പ്, എവിടെ? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മറുവിലയായി തകർക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെ കണ്ടൊരു ദൈവമുണ്ട്. അതാണ് വചനം വഴിയെ തിരുവെഴുത്തുകൾ പ്രകാരം എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെ നടപ്പിലാക്കി. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? തിരുവെഴുത്തിൽ എഴുതി വെച്ചു, പാപത്തിൽ നിന്ന് ഹല്ലേലൂയ തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് ഒരുവൻ മരിക്കണം. അതിന്റെ ഒരു നിഴലാണ് മോറിയ മലയിൽ വെളിപ്പെടുത്തിയത്. അതിന്റെ ഒരു നിഴലാണ് മോറിയ മലയിൽ വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇസ്ഹാക്കിന് പകരം ഒരു കുഞ്ഞാടറക്കപ്പെട്ടു. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. അതൊരു നിഴലാണ്. അതിന്റെ പൊരുളാണ് കാൽവറിയിൽ വെളിപ്പെട്ടത്. അവിടെ വായിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം തന്നെ ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി മറുവിലയായി തകർക്കപ്പെട്ടു. നേരത്തെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുൻ നിർണയിച്ചു വെച്ചിരുന്ന കാര്യം അത് വെളിപ്പെടുത്തുകയാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ അത് നിന്ന് സംസാരിക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ശബ്ദം കൈമാറുന്നുണ്ട്. നിന്നെ കുറിച്ച് ദൈവം എന്തെഴുതി വെച്ചോ അതേ നിവർത്തിയാകത്തുള്ളൂ. എന്നോടൊരു പ്രവചന ദൂത് പോലെ അത് പറയാം. ദൈവം എന്നോട് ആ വാക്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് വേറെ വിധത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എപ്രകാരം മരിക്കണമെന്ന് പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തിയോ അതിനനുസരിച്ച് മരിക്കപ്പെട്ടു എന്നാണ് അതിന്റെ വ്യാഖ്യാനം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നോട് ദൈവം ആ വാക്യത്തിൽ നിന്നൊരു പ്രവചന ദൂത് പറയുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് ഹല്ലേലൂയ, ഞാൻ അതിനെ വളച്ചൊടിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ വന്നിരിക്കുന്നവരോടൊരു പ്രവചന ദൂത് പോലെ പറയാൻ ദൈവം എന്നോട് ഇടപെടുന്നു. നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും അയൽക്കാരെഴുതി വെച്ചതല്ല നടക്കുന്നത്, അവക്കാരെഴുതി വെച്ചതല്ല നടക്കുന്നത്, കൂട്ടുകാരെഴുതി വെച്ചതല്ല നടക്കുന്നത്, മറിച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവത്തിന് നന്ദി മറന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ പ്രവചന ശബ്ദം ചിലരുടെ ജീവിതത്തിൽ ഇന്നൊരു ഡെലിവറൻസ് ആയി മാറട്ടെ. ചിലരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ. ചിലരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയായി മാറട്ടെ. ആ പ്രവചനം എത്ര പേര് പറഞ്ഞേറ്റെടുക്കും? ആ പ്രവചന ശബ്ദം നിനക്ക് തരുന്നതല്ല, എന്റെ സ്വർഗത്തിലെ ദൈവാത്മാവ് നിനക്ക് തരുന്നതാണ്. എന്നോട് ശക്തമായി ഇടപെടുന്നു. നീ ആ പ്രവചനത്തോട് ആവർത്തിച്ച് പറയാൻ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഒന്നാത്മാവിൽ പ്രാർത്ഥിച്ച് എത്ര പേര് വിശ്വസിക്കുന്നത്? എത്ര പേര് വിശ്വസിക്കുന്നത്? എത്ര പേര് വിശ്വസിക്കുന്നത്? എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. നടക്കത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞത് ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിഞ്ഞപ്പോ നടന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ പറയാനുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാൻ ആത്മവിനിയോഗത്തോടെ ദൈവാത്മാവിന്റെ ഹൃദയത്തോട് ഉച്ചരിച്ച് വീണ്ടും പറയാൻ
ഇടപെടുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു, മനുഷ്യൻ പറയുന്നതല്ല, പിശാച് പറയുന്നതല്ല, നിന്നെ കുറിച്ച് വിശ്വസിക്കുന്നവര് മാത്രം അല്പനിമിഷം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആരോട് പ്രവർത്തിച്ചിട്ടില്ല, വിശ്വസിക്കുന്നവർ മാത്രം, ആ പ്രവചനം വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിലും അല്പനിമിഷം പ്രാർത്ഥിച്ചേ. സുവിശേഷത്തിൽ ഒരു ദൂതുണ്ട്. കർത്താവ് അരുളി ചെയ്തത് വിശ്വസിക്കുന്നവൾ കർത്താവ് അരുളി ചെയ്ത കാര്യം വിശ്വസിക്കുന്നവൾ ഭാഗ്യവതി, അത് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യം നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്യുന്നത് നിവർത്തിയാകുമെന്ന് ആര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, അത് നിങ്ങൾ കാണും. ആര് കാണും? വിശ്വസിക്കുന്നവർ കാണും. വിശ്വസിക്കാത്തവർ കാണത്തില്ല, വിശ്വസിക്കുന്നവർ കാണും. അതുകൊണ്ടാണ് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് യേശു പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. നീ വിശ്വസിച്ച മഹത്വം കാണും. ഹല്ലേലൂയ എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, ചിലത് കാണണമെങ്കിൽ അതിനടിസ്ഥാനമാണ് നിന്റെ വിശ്വാസം. തിരുവെഴുത്തിൻ പ്രകാരം അവൻ പാപത്തിനു വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പാപ അനുഭവങ്ങളിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ രക്ഷിക്കാൻ കർത്താവായ ക്രിസ്തു മറുവിലയായി തകർക്കും. മറുവിലയായി തകർക്കും. അപ്പൊ ഒന്ന്, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ മറുവിലയായി തകർക്കും. എങ്ങനെയാ തകർക്കപ്പെട്ടത്? നിങ്ങൾക്കറിയാം. ശ്രദ്ധിച്ചു കേൾക്കണേ അല്പനേരം. എങ്ങനെയാ തകർക്കപ്പെട്ടത്? ശരീരയാഗം എന്ന് വെച്ചാ തന്റെ ശരീരം നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ ഏൽപ്പിച്ചു. അവനിൽ ഒരു കുറ്റവും ഇല്ലായിരുന്നു. നമ്മുടെ അകൃത്യങ്ങൾ ദൈവം അവന്റെ മേൽ ചുമത്തി. മിണ്ടാതെ അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ പോയി. ഞാൻ ക്രൂസിഫിക്കേഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്തു. മറുവില എന്ന് പറയുമ്പോൾ അത് വെറുതെ കൊടുത്തതല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട പങ്കപ്പാട് മറക്കരുത്. സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് 5 മതകോടതികളിൽ മാറി വിസ്തരിച്ച് അവസാനം പീലാത്തോസ് ജനങ്ങളുടെ ഹല്ലേലൂയ സമ്മർദ്ദത്താൽ അവനെ ക്രൂശിക്കണം, ഹല്ലേലൂയ എന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. അതിന് മുമ്പ് പീലാത്തോസ് ചെയ്തൊരു കാര്യമാണ്, ഹല്ലേലൂയ, ക്രിസ്തുവിന് ഫേവറായി പീലാത്തോസ് ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, റോമൻ നിയമപ്രകാരമുള്ള ചാട്ടവാറടി കൊടുത്ത് കണ്ടു കഴിയുമ്പോഴെങ്കിലും ഇവർ കൊല്ലണ്ട എന്ന് പറയുമായിരുന്നു. അരമനയുടെ കൽക്കളത്തിൽ നാട്ടിയിരിക്കുന്ന തൂണിൽ അർദ്ധനഗ്നനാക്കി വില്ലുപോലെ വളച്ചു നിർത്തി തന്റെ വലത്തും ഇടത്തുമായി 2 പടയാളികൾ ചാട്ടവാറുമായിട്ട് നിൽക്കുന്ന രംഗം കാണാൻ കഴിയുന്നവർക്കായി സ്തോത്രം.
ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ചാട്ടവാറുണ്ടോ? ഞാൻ പലയിടത്തും തിരുവത്താഴ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മുൾക്കൊളുത്തുകളും ഇരുമ്പു ചൂണ്ടയും ഉള്ളതാണ് ഒരു ചാട്ടവാറ്. ഈയക്കട്ടിയും അസ്ഥിക്കഷണവും ചേർന്നതാണ് മറ്റൊരു ചാട്ടവാറ്. ആദ്യം ഈയക്കട്ടിയും അസ്ഥിക്കഷണവും ഉള്ള ചാട്ടവാറ് കൊണ്ട് യേശുവിന്റെ പുറത്തേക്ക് നമ്പർ 1 എന്ന് പറഞ്ഞപ്പോ അടിച്ചു. ഇത് ചെന്ന് എവിടെ പതിയുന്നോ ആ ഭാഗം ചതഞ്ഞ് അരയും. രണ്ടാമത്തെ നമ്പർ 2 എന്ന് പറയുമ്പോൾ അടുത്ത ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന മുൾക്കൊളുത്തും ഇരുമ്പ് ചൂണ്ടയുമുള്ള മുൾക്കല്ലേലി ചാട്ടവാറ്. ഇത് ചെന്ന് വീശുമ്പോൾ യേശുവിന്റെ ശരീരത്തെ ഇത് ചുറ്റിയെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലെ, അടിച്ച ആ പടയാളിക്ക് ഒറ്റയ്ക്ക് തിരിച്ച് വലിച്ച് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മാംസത്തിന്റെ അകത്തേക്ക് ഈ ഇരുമ്പ് ചൂണ്ടയും മുൾക്കൊളുത്തുകളും കയറി. അല്ലെങ്കിൽ മീൻ ചൂണ്ടയിടുന്നവർക്കറിയാം അതിന്റെ കൊളുത്തങ്ങനെ ഇരിക്കുന്നതെന്ന്. മീൻ വന്ന് കൊത്തിയാൽ പിന്നെ അതിന് ഊരിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ കൊത്തുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, അല്ലേലിയോ, അടിച്ച പടയാളി തിരിച്ചു വലിക്കാൻ നോക്കിയിട്ട് തിരിച്ചു വരുന്നില്ല. സഹായ ഹസ്തമായി ഒരാളെയും കൂടെ വിളിച്ചു. അദ്ദേഹം കൂടെ തിരിച്ചു വലിച്ചപ്പോൾ ഏതോ ഒരു ശബ്ദത്തിൽ യേശുവിന്റെ ശരീരം അല്ലേലി ഇളകി വന്നു. ഇളകി വന്നിട്ട് ആ മുൾക്കൊളുത്തിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മുൾക്കൊളുത്തിൽ ആ ചൂണ്ടയിൽ ഈ ശരീരം ഇങ്ങനെ കൊളുത്തി കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അവര് നോക്കുമ്പോൾ ജീവനുള്ള ഒരു മീനെ കരയിലേക്ക് ഇട്ടാൽ എങ്ങനെ പെടയ്ക്കുന്നോ അതുപോലെ യേശുവിന്റെ ശരീരം പെടച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ അടി 1ഉം 2ഉമല്ല, 39 അടിയാണ് അടിച്ചത്. റോമൻ നിയമപ്രകാരം 40 അടി അടിക്കണമെന്നാണ് നിയമം. എന്നാൽ 40ാമത്തെ അടി അവരടിക്കാഞ്ഞതിന്റെ കാര്യം, ചാട്ടയടിക്കാൻ യേശുവിന്റെ ശരീരത്തിൽ മാംസം കണ്ടില്ല. 39 അടി കഴിഞ്ഞപ്പത്തേന് മാംസമെല്ലാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ സാരം, കർത്താവ് അനുഭവിച്ച പങ്കപ്പാട് മറക്കരുത്. മറുവിലയായി തകർക്കപ്പെട്ടത് മറക്കരുത്. ശ്രദ്ധിച്ചു കേട്ടേ. ഹല്ലേലൂയ, സ്തോത്രം. ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നത് 17 മണിക്കൂർ ദാഹജലം കൊടുക്കാതാണ് യേശുവിനെ അവർ കൈകാര്യം ചെയ്തത്. 17 മണിക്കൂർ ദാഹജലം കൊടുത്തു. 150 കിലോ ഭാരം മുകളിൽ വരുന്ന പച്ചമര ക്രൂശാണ് കർത്താവിന്റെ ഹല്ലേലൂയ ചുമലിലേൽപ്പിച്ചത്. ഹല്ലേലൂയ. ഇസ്രായേലിൽ പോയ സമയത്ത്, ഞാനല്ല, ഹല്ലേലൂയ, എന്റെ ഒരു സ്നേഹിതൻ പോയ സമയത്ത് അവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞ കാര്യമാണ്, അന്ന് യേശുവിന്റെ ശരീരത്തിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ക്രൂശ് വെച്ച് കെട്ടുകയായിരുന്നു. വെച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ആദ്യം കെട്ടിക്കൊണ്ടാണ് കൊണ്ടുപോയത്. സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ ശരീരത്തിൽ. ഹല്ലേലൂയ, നിങ്ങളൊന്ന് ആലോചിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ ഹല്ലേലൂയ കൈ ഇങ്ങനെ വെച്ച്, ഹല്ലേലൂയ, കൈ രണ്ടും കൂടെ നീട്ടി വെച്ചിട്ട് അവരാ ക്രൂശ് കെട്ടി, കയ്യെ വെച്ച് പുറത്തു വെച്ച് കെട്ടി, ഹല്ലേലൂയ, കെട്ടിയിട്ടാണ് വലിച്ചുകൊണ്ട് കുറെ ഭാഗം പോയത്. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, വചനത്തിൽ തെളിവുണ്ട്. ഹല്ലേലൂയ, ചരിത്രം പഠിപ്പിക്കുന്നു, അവൻ പല പ്രാവശ്യം യെരൂശലേമിന്റെ തെരുവീതിയിൽ വീണു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. തെരുവീതിയിൽ വീണ സമയത്ത് ഇത് കെട്ടിവെച്ചിരിക്കുകയാ. ഹല്ലേലൂയ, ക്രൂശ് താങ്ങാൻ കഴിയാത്ത ഭാരമായതുകൊണ്ട് യേശു വന്ന് വീണപ്പോൾ കൈ കുത്താൻ കൈയില്ല. ഈ ക്രൂശെ വെച്ച് കെട്ടിയിരിക്കുക. കുത്താൻ കൈയില്ല, കൈ കുത്താനില്ല. ഹല്ലേലൂയ, ചെന്നടിച്ചത് മുഖമാണ്. നമ്മളിവിടെ പുട്ടിയിട്ടോണ്ടിരിക്കുക. ഇടയ്ക്ക് ഇതൊന്ന് നോക്കണേ, ഇതൊന്ന് ഓർക്കണേ ഇടയ്ക്ക്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങാൻ 2 മണിക്കൂർ ആയാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു മോളോട് ചോദിച്ച്, എടി, കല്യാണം കണ്ടുണ്ടായിരുന്നു? അച്ചാച്ചാ, നല്ല കല്യാണമായിരുന്നു. അവളുടെ കല്യാണമാ, അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ച്,
എപ്പോ എഴുന്നേറ്റ്, രാവിലെ എഴുന്നേറ്റോ നീ? പിന്നെ ഞാൻ വെളുപ്പിനെ 3 മണിയായപ്പോ എഴുന്നേറ്റത്. സ്വോത്രം. എന്തിനാണ് ഈ 3 മണിക്ക് എഴുന്നേറ്റത്? അതിൽ 3 മണി മുതൽ 7 മണി വരെ മേക്കപ്പ് ആയിരുന്നു. 3 മണി മുതൽ 7 മണി വരെ മേക്കപ്പ് ആയിരുന്നു. സ്വോത്രം. ഹല്ലേലൂയ. ഞാനൊന്നും പറയാൻ പോയില്ല, അവളുടെ കല്യാണമല്ലേ, ഒരു ദിവസമല്ലേ ഉള്ളു, അവള് ചെയ്തോട്ടെ, ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞു, മക്കളെ മേക്കപ്പ് ചെയ്തു, കല്യാണ ഡ്രസ് ഇട്ടു, നന്നായിട്ട് കല്യാണം നടത്തി, എല്ലാം ഭംഗിയായി, അച്ചാച്ചന് സന്തോഷമുണ്ട്. ഇനി കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റോണം, എന്നിട്ട് മേക്കപ്പ് ഇടരുത്, മുട്ടയിരുന്നോണം. നിങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും ഭംഗിയായി, ഇനി കുടുംബ ജീവിതം കൂടെ ഭംഗിയാകാൻ വേണ്ടി മക്കൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? 3 മണിക്ക് എഴുന്നേറ്റിട്ട് മുട്ടയിരുന്ന് നിന്റെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കല്യാണ ദിവസം ഭംഗിയായതുപോലെ നിന്റെ കുടുംബജീവിതവും ഭംഗിയാകും. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ മറുവിലയായി തകർക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം ഒന്ന് വേഗത്തിൽ വായിക്കാം. ഹല്ലേലൂയ. 1 തിമത്തിയോസ് 2:6. 1 തിമത്തിയോസ് 2:6. രണ്ടാമത്തെ കാര്യം 1 തിമത്തി 2:6. എല്ലാവർക്കും വേണ്ടി മതി, മറുവിലയായി തന്നെത്താൻ. ശ്രദ്ധിച്ചേ. അപ്പൊ ഒന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ മറുവിലയായി കൊടുത്തു. 2, എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു? മറുവിലയായി കൊടുത്തു. ഈ എല്ലാവരും ആരാ? സ്തോത്രം. അതറിയണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിച്ച് സഹായിക്കണം. എഫെസ്യർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എഫെസ്യർ 2:10. എഫെസ്യർ 2:10. നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്തു. എഫെസ്യർ 2:10. നാം അവന്റെ കൈപ്പണിയാണ്. ആ ആ ആ 19 ഒന്ന് വായിച്ചേ. 19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഒരാമയം പറഞ്ഞേ. അപ്പം നമ്മൾ ചില ഗണത്തിൽ പെട്ടവരായിരുന്നു, പക്ഷെ ഇപ്പോ നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാർ എന്ന് വെച്ചാ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. പെന്തക്കോസിന്റെ അകത്തും അത് കാണാനൊക്കെ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാ. സ്തോത്രം. സ്തോത്രം. പ്രസംഗിക്കും നമ്മുടെ ഇടയിൽ ജാതി ഇല്ല, നമ്മുടെ ഇടയിൽ മതം ഇല്ല. ഈ പ്രസംഗിക്കുന്ന പുള്ളിയായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് കാണിക്കും. അറിയാവുന്നോണ്ട് പറഞ്ഞ. ഞാൻ എപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ പെന്തക്കോസ്ത് തന്നെ ഒരു ജാതിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. സ്തോത്രം. പെന്തക്കോസ്ത് ജാതി. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങളെയൊക്കെ ചേർക്കാൻ പോകുന്നുണ്ടേ, അല്ലെങ്കിൽ ഏത് തലവാൻ ചോദിക്കുന്നുണ്ടേ, പെന്തക്കോസുകാർ അവിടെ പെന്തക്കോസ്ത് എന്ന് എഴുതത്തക്ക നിലയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി കൊടുത്തിട്ട് ഒരു ഭവനക്കാരാക്കി. ഒരു സ്തോത്രം. 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 കറിയാച്ചനാണേലും കൊള്ളാം, ഷമീർ ആണേലും കൊള്ളാം, ശ്രീരാഗ് ആണേലും കൊള്ളാം,
യേശു എല്ലാവർക്കും വേണ്ടിയാ തകർക്കാം. ഒരാമേൻ പറഞ്ഞാട്ട്, ഒരാമേൻ പറഞ്ഞു. കർത്താവ് തകർക്കപ്പെട്ടത്, കർത്താവ് മറുവിലയായി കൊടുത്തത് ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. പഠിക്കണം, തിരിച്ചറിയണം. കർത്താവ് മറുവിലയായി കൊടുത്തത് വ്യക്തമായി പൗലോസ് പറയുന്നു എല്ലാവർക്കും വേണ്ടി. ഏക മധ്യസ്ഥൻ, എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതും ആരാണ്? കർത്താവ് അണയ്ക്കുന്നത്. സ്തോത്രം. കർത്താവ് അണയ്ക്കുന്നത്. കർത്താവ് അല്ലാതെ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും മധ്യസ്ഥത അണയ്ക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് സത്യമല്ല. ഏക മധ്യസ്ഥനേ ഉള്ളൂ, ഒരുവനെ മറുവിലയായി തകർക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്, അല്ലാതെ ആരുമില്ല, ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഭവനക്കാരാക്കാൻ അവൻ മറുവിലയായി എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. രാമൻ എത്ര പേര് പറഞ്ഞു? എല്ലാവർക്കും വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. മറുവിലയായി തന്നെ തന്നെ കൊടുത്തു എന്ന് വെച്ചാൽ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഒരുവനെ കാണുമ്പോൾ, ഒരാളുമായിട്ട് മിണ്ടുമ്പോൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, അവൻ ഈ ഭവനത്തിന്റെ അകത്ത് വരേണ്ടവൻ. വന്നിട്ടില്ലെങ്കിൽ നീ തിരിച്ചറിയണം, അവൻ ഈ ഭവനത്തിന്റെ അകത്ത് വരേണ്ടവന്. കാരണം അവന് വേണ്ടിയിട്ടും കൂടെ എന്റെ കർത്താവ് പ്രാണത്യാഗം ചെയ്തു. ഒരാമൻ പറഞ്ഞ്, അവന് വേണ്ടിയിട്ടും കൂടെ എന്റെ കർത്താവ് മറുവിലയായി തകർക്കപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് പലപ്പോഴും വേർതിരിവ് എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഈ ശുശ്രൂഷയിലൊക്കെ പലയിടത്ത് സഞ്ചരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്കതറിയാം. അതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് TPM-കാർ. TPM-കാർ അവിടെ എല്ലാവരും തുല്യരാണ്. എല്ലാവരും തുല്യരാണ്. എല്ലാവരും തുല്യരാണ്. എത്ര ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളാണേലും പള്ളി വന്നു കഴിഞ്ഞാൽ അവനൊരു വിശ്വാസിയാണ്, അവനൊരു ദൈവമില്ല. അതിനപ്പുറത്തോട്ട് കൊട്ടാരക്കര കൺവെൻഷന് ഒരു പ്രാവശ്യം ഞാൻ പോയി സംബന്ധിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി, തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കയറിയത്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ ആഹാരം വിളമ്പുന്നത് പോലും പാമടക്കുന്നതൊക്കെ ഹല്ലേലൂയ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. വലിയ വലിയ ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാ ഫുഡ് സെർവ് ചെയ്യുന്നതും വായൊക്കെ മടക്കുന്നത്, കസാരയൊക്കെ എടുത്തിടുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളിവിടെ ഓട്ടോ ഓടിച്ചോണ്ട് പോകുന്നവന്റെ ഗമ കാണും. സ്തോത്രം, ഹല്ലേലൂയ. പ്ലെയിൻ ഓടിച്ചോണ്ട് പോകുന്ന പോലെ ഇരിക്കുന്ന കസാര പോലും എന്ത് ചെയ്തില്ല. ആ സെനിക്കെട്ടാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞത് ഇരിക്കുന്ന പോലും. സ്തോത്രം, തിരിച്ചറിയും, നമ്മൾ ഒരു ഭവനക്കാർ. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വിവാഹാലോചന വന്നപ്പോ പാരമ്പര്യ പെന്തക്കോസ്ത് എന്നാ പാരമ്പര്യം? വിശുദ്ധ തിരുവെഴുത്ത് വചനം പഠിക്കുന്നുണ്ടെന്ന് 2 ജാതിയേ ഉള്ളൂ. 1 യഹൂദ ജാതി, 2 ബാക്കി എല്ലാം ജാതി. അത് ഒറ്റ ജാതി. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും എല്ലാം ഒരു ജാതിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. മർത്തോമാലെ അച്ഛനും അപ്പച്ചനൊന്നും വേറെ ജാതി, കത്തോലിക്കയ്ക്ക് വേറെ കന ഒന്നുമില്ല. എല്ലാം വചനപ്രകാരം എല്ലാം ഒറ്റ ജാതിപ്പെട്ടത്. ഉടനെ അല്ലെങ്കിൽ ഇവര് പറയാം പാരമ്പര്യ പെന്തക്കോസുകാരാണ് ഞങ്ങള്. എങ്ങനെ? പാരമ്പര്യ
അപ്പൻ പെന്തക്കോസില, അപ്പന്റെ അപ്പൻ പെന്തക്കോസില, അപ്പന്റെ അപ്പൻ പെന്തക്കോസില, അപ്പന്റെ അപ്പന്റെ അപ്പൻ. അത് ചോദിക്കുമ്പോ പുള്ളിക്ക് അറിയത്തില്ല. യുഗങ്ങൾ പുറകോട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൃപായുഗത്തില, യുഗങ്ങൾ പുറകോട്ട് പഠിക്കും. സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഞങ്ങള് പാരമ്പര്യം, അപ്പൊ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നെന്ന് മനസ്സിലായപ്പം അവരാ കല്യാണം നടത്തി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കല്യാണം നടത്തി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇവർ ഇന്നലെ ഹിന്ദുക്കളായിരുന്നു, അതാ കാര്യം. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നപ്പോ ഇവരുടെ പാരമ്പര്യം കിടക്കുന്ന എവിടെ? ആ നിലയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ പൗലോസ് പറയുന്നു, എല്ലാവർക്കും വേണ്ടിയാ കർത്താവ് മരിച്ചത്. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് വളരെ കണ്ണുനീരോടെ ഒരു സഹോദരി പറഞ്ഞൊരു കാര്യമാണ്. ഒരു ചർച്ചിൽ, ഞാൻ ചർച്ചിന്റെ പേരൊന്നും പറയുന്നില്ല, ഒരു ചർച്ചിൽ കർത്തൃമേശ ചെയ്ത് അപ്പം കൊടുത്തു, വീഞ്ഞു കൊടുത്തു, ആരാധിച്ച് വിശുദ്ധ ചുംബനം കൊടുക്കാൻ വേണ്ടി എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരിക്ക് മാത്രം എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. സ്തോത്രം, കൊടുത്തില്ല. എന്നാന്നറിയാമോ? ഹിന്ദുവിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതുകൊണ്ട്. എന്തു കൊടുത്തില്ല? വിശുദ്ധ ചുംബനം കൊടുത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരിയുടെ ചേച്ചി എന്നോട് പറഞ്ഞതാ, പാസ്റ്ററെ, ആ ഒറ്റ വേദന കൊണ്ട് ആ സഹോദരി തിരിച്ച് ഹിന്ദു വിശ്വാസത്തിൽ പോയി. ആ ഒറ്റ വിഷയമുണ്ട്. കാരണം നിങ്ങളുടെ ഇടയിൽ ദൈവസ്നേഹം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് അവര് തിരിച്ച് ഹിന്ദു വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ആത്മാവിൽ ഇവിടെ വരുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാവർക്കും വേണ്ടിയാണ് മറുവിലയായി തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആ മറുവിലയായി തകർക്കപ്പെട്ട ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ആരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ വന്നാൽ ഒരു ഭവനക്കാരാണെന്നുള്ള ചിന്താഗതിയോടെ വേണം നീ സ്വീകരിക്കാൻ. അന്യരായി കാണരുത്, അന്യരായി കാണരുത്. യേശുവിന്റെ നാമത്തിൽ. മൂന്നാമത്തെ ഭാഗം കൂടെ ഞാൻ വേഗത്തിൽ പറയുകയാണ്. തീത്തോസ് 2:14. തീത്തോസിന് എഴുതിയ ലേഖനം 2:14. എന്തിനാണ് മറുവിലയായി തകർക്കപ്പെട്ടത്? തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളെ സ്വന്തം ജനമായി നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ കൊടുത്തു മറുവില. ഒരാമൻ പറഞ്ഞേ. അപ്പൊ മൂന്നാമത്തെ കാര്യം, സകല അധർമ്മങ്ങളിൽ നിന്നും അവൻ നമ്മളെ മറുവിലയായി വീണ്ടെടുത്തു. ഒരാമൻ പറയാമോ? അധർമ്മം എന്ന് പറഞ്ഞാൽ സത്യം അല്ലാത്തത്, നീതി അല്ലാത്തത്, കുറ്റകൃത്യം ആയത്, അതിനെയെല്ലാമാണ് അധർമ്മം എന്ന് പറയുന്നത്. ധർമ്മത്തിനെതിരെ ഉള്ള പ്രവൃത്തിയെയാണ് അധർമ്മം എന്ന് പറയുന്നത്. അതിന്റെ നടുവിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന്, രാമൻ പറഞ്ഞ ആ വാക്കിന് രാമൻ പറഞ്ഞ്, നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധർമ്മത്തിന്റെ കുഞ്ഞുങ്ങളായിരുന്നു, നമ്മൾ അധർമ്മത്തിന്റെ കുഞ്ഞുങ്ങളായിരുന്നു. എന്നാൽ നമ്മളെ ശുദ്ധീകരിക്കേണ്ടത് പിതാവിന് ഹിതമുള്ളതായതിനാൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരണമെങ്കിൽ രക്തം ചൊരിഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥിതി പ്രകാരം കർത്താവായ യേശു ക്രിസ്തു മറുവിലയായി തകർന്നു. എത്ര പേര് ആത്മാവിൽ അത് കാണുന്നുണ്ട്? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ മനസ്സുണ്ട്? വിശ്വസിക്കാൻ മനസ്സുണ്ട്.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ സകല അധർമ്മത്തിൽ നിന്നും അവൻ നമ്മളെ വിടുവിച്ചു. നമ്മുടെ സകല അധർമ്മത്തിൽ നിന്നും അവൻ നമ്മളെ വിടുവിച്ചു. നിങ്ങൾക്ക് അല്പനിമിഷം ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? അല്പനിമിഷം നിങ്ങൾക്കൊന്നും നന്ദി പറയാൻ പറ്റുമോ? കർത്താവേ, അധർമ്മത്തിന്റെ തലമുറകളായ ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ ശുദ്ധീകരിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് പകൽ എന്നോട് ദൈവം പറയാ, ധർമ്മത്തിനെതിരെ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിനെതിരെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, നേരിനെതിരെ നിന്റെ കാൽ ചുവട് വെക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിനോട് ഇടപെടുന്ന മടങ്ങി വരിക, മാനസാന്തരം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് മറുവിലയായി തകർന്നു. ഒന്ന്, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. രണ്ട്, എല്ലാവർക്കും വേണ്ടി. മൂന്ന്, സകല അധർമ്മങ്ങളിൽ നിന്നും. മൂന്ന് വിധത്തിൽ നമുക്ക് വേണ്ടി അവൻ മറുവിലയായി തകർക്കുന്നു, മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അതിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റുമോ? എല്ലാവരുടെയും തിരുവചനം ഒന്ന് അടച്ചു വെച്ചിട്ട്, ബൈബിൾ എല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ട്, അല്പനിമിഷം ഒന്ന് കണ്ണടച്ച് കേട്ട വചനം മാത്രം ഹൃദയത്തിൽ ഒന്ന് സംഗ്രഹിച്ചു അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കമുള്ളവർ പ്രാർത്ഥിക്കണം. ദൈവത്തോട് ആത്മാർത്ഥമായി പറ, കർത്താവേ, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ വീണ്ടും പാപം വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നെ അധർമ്മത്തിൽ നിന്നും വിടുവിച്ചിട്ട് എന്റെ ജീവിതത്തിൽ അധർമ്മം വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാവർക്കും വേണ്ടിയാണ് നീ മറുവിലയായി തകർക്കപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനനുസരിച്ച് എനിക്ക് പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, എനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നു. ഞാൻ ഇന്നു പകൽ തീരുമാനം എടുക്കുന്നു. ഞാൻ ഇന്നു പകൽ തീരുമാനം എടുക്കുന്നു. ഞാൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഞാൻ അങ്ങയെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങയെയാണ് നോക്കുന്നത്. കർത്താവേ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാടെ, അങ്ങേ ഞാൻ ഓർക്കുന്ന എന്റെ കുറവുകൾ എനിക്ക് വേണ്ടി ക്ഷമിക്കണമേ. എന്റെ കുറവുകൾ എനിക്ക് വേണ്ടി ക്ഷമിക്കണമേ. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ കുറവുകൾ എനിക്ക് വേണ്ടി ക്ഷമിക്കണമേ. എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണം. നിന്നോട് അകന്നു പോയത് എന്റെ കുറ്റമാണ്. നിന്നോട് ഞാൻ അകന്നത് എന്റെ തെറ്റാണ്. നിന്റെ സത്യവചനത്തിൽ നിന്ന് കാൽ ചുവട് മാറ്റിയത് എന്റെ തെറ്റാണ്. ഞാൻ സമ്മതിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? അഹങ്കരിക്കാൻ എനിക്കും നിനക്കും ഒന്നുമില്ല. പലപ്പോഴും യജമാനം വെട്ടിക്കളയാൻ തീരുമാനിച്ചതാ. പക്ഷെങ്കിൽ കൃഷിക്കാരൻ പറഞ്ഞു, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ദൈവം അവസരം തന്നത് നിനക്ക് തോന്നുന്ന വഴിയെ നടക്കാനല്ല, ഫലം കായ്ക്കാൻ. യജമാനന് കൊടുക്കേണ്ട ഫലം കൊടുക്കാൻ ഒരു വർഷം കൂടെ അവൻ അവസരം തന്നത്. ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന പൈശാചിക സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നിവിടെ തകരണം. ഇന്നിവിടെ തകരണം. ഇന്നിവിടെ തകരണം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, 30 പന്നിക്കൂട്ടത്തെ കൊണ്ടുപോകുന്നതിൽ നല്ലത് 5 നല്ല കുഞ്ഞാടിനെ കൊണ്ടുപോകുന്നതാണ്.
അല്ലെങ്കിൽ എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി? അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത 30 പന്നികളെ കൊണ്ടുപോകുന്നതിൽ നല്ലത് നല്ല നല്ല 5 കുഞ്ഞാടുകളെ ദൈവസന്നിധി കൊണ്ടുപോകുന്നത്. ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്ത് കണ്ണുകൊണ്ടു പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ പ്രാർത്ഥിച്ചേ. നിന്റെ പ്രാർത്ഥന കുറവ് നീ ഏറ്റുപറ. നിന്റെ പ്രാർത്ഥന കുറവ് നീ ഏറ്റുപറ. നിന്റെ ആരാധന കുറവ് നീ ഏറ്റുപറ. എന്നെ ശക്തമായി ദൈവം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പൊട്ടം കളിച്ച് ഇവിടെ നിൽക്കുക എന്നല്ല. കൃത്യമായ വെളിപ്പാട് ദൈവാത്മാവ് എനിക്ക് തരുന്നുണ്ട്. ആരാധന കുറവേറ്റുപറ. ജീവിതത്തിലെ പ്രാർത്ഥന കുറവേറ്റുപറ. ദൈവിക കാര്യങ്ങൾക്ക് ഇന്നലകളിൽ കൊടുത്തതുപോലെ ഇന്ന് കൊടുക്കാത്ത ആ മുൻഗണന യേശുവിന്റെ നാമത്തിൽ തിരിഞ്ഞു വാ. യേശുവിൻ നാമത്തിൽ വചനത്തിന്റെ മുൻപിൽ നമുക്കൊന്ന് ഏൽപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തോട് നമുക്ക് പുകഴാനൊന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, നീ ഒഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ല കർത്താവേ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിന്റെ തലയിലെ ഒരു തലമുടി താഴെ വീഴുന്നത് അവൻ അറിയുന്നു. ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് എല്ലാവരും കർത്താവേ, എനിക്ക് വേണ്ടി മറുവിലയായി തകർക്കപ്പെട്ടവനെ, നിന്നോട് കാണിച്ച എല്ലാ വിശ്വസ്തതയ്ക്കും മാപ്പ്. നിന്നോട് കാണിച്ച എന്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ഞാൻ ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണമേ. എന്റെ കുറവാണ് എന്റെ ജീവിതത്തിലെ ദൈവപ്രവർത്തിക്ക് തടസ്സമെങ്കിൽ എന്നോടത് ക്ഷമിച്ചാട്ടെ. എന്നെ രക്ഷിപ്പാൻ, എന്നെ വിടുവിപ്പാൻ നീ അല്ലാതെ ആരുമില്ല. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ.